ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനലിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഫെസ്റ്റിവൽ സീസൺ റെസിപ്പിയാണ്. ഓണമൊക്കെ വരികയാണ്. സോ സദ്യയ്ക്ക് പറ്റിയ ഒരു ഈസി റെസിപ്പി ബീട്രൂട്ട് പച്ചടി. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു ബീട്രൂട്ടിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞ് നമുക്ക് നല്ലപോലെ വാഷ് ചെയ്ത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക. നമ്മൾ ബീട്രൂട്ട് സെലക്ട് ചെയ്യുമ്പോൾ നല്ല റെഡ് കളറിലുള്ള ബീട്രൂട്ട് ആണെങ്കിൽ നമ്മളുടെ ബീട്രൂട്ട് പച്ചടിക്ക് നല്ല കളർ ഉണ്ടായിരിക്കും. ഈ കഴുകി വെച്ചിരിക്കുന്ന ബീട്രൂട്ടിനെ നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ആവശ്യത്തിന് മാത്രം വെള്ളവും ഒഴിച്ച് നമുക്കിതിനൊരു 4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ബീട്രൂട്ടിന് അത്യാവശ്യം വേവുള്ളൊരു വെജിറ്റബിളാണ്. സോ നല്ലപോലെ വെന്ത് കിട്ടാനായിട്ട് ശ്രദ്ധിക്കുക. ഈ സമയം കൊണ്ട് നമുക്കതിൻ്റെ അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഒരു 1/2 കപ്പ് തേങ്ങ, 3 പച്ചമുളക്, ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 1/2 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ കടുക്, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനെ ഒരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുക്കണം. ഈ ഒരു പരുവമായിരിക്കണം കിട്ടേണ്ടത്. പിന്നെ അതേപോലെ നമുക്ക് വേറൊരു ബൗളിൽ ഒരു 1/2 കപ്പ് തൈര്, അതിൻ്റെ കട്ടയൊക്കെ നമുക്ക് നല്ലപോലെ ഉടച്ച് നമുക്കൊരു സൈഡിൽ മാറ്റി വയ്ക്കാം. ഈ സമയം കൊണ്ട് നമ്മളുടെ ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനെ ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇടുക. ഒരു ചതയുന്ന പരുവം പോലെ നമുക്ക് അരിച്ചെടുക്കുക. ഫുൾ അരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു പാൻ ചൂടാക്കി നമുക്ക് ആ ബീട്രൂട്ടിനെ അതിലോട്ടിട്ട് നല്ലപോലെ ഒന്ന് 2-3 മിനിറ്റ് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ അരപ്പ് നമ്മളുടെ ബീട്രൂട്ടിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ബീട്രൂട്ടും അരപ്പും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. ബീട്രൂട്ടിൻ്റെ എല്ലാ ഭാഗത്തും നമ്മളുടെ അരപ്പൊന്ന് പിടിക്കുന്നത് പോലെ നമുക്ക് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറി വെള്ളമൊക്കെ മേളിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ബീട്രൂട്ട് നല്ലപോലെ വെന്തിട്ടുണ്ട്. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നമുക്ക് തീ ഓഫ് ചെയ്ത് തണുക്കാനായിട്ട് വെക്കാം. ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മളുടെ തൈര് ഇതിലോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ തൈരും ബീട്രൂട്ടും കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കി എല്ലായിടും ഒരേപോലെ യോജിക്കുന്ന വിധം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം വേറൊരു പാത്രത്തിലോട്ട്, ഒരു ബൗളിനകത്തോട്ട് നമുക്ക് പകർത്തി വയ്ക്കാം. ഇനി ലാസ്റ്റ് സ്റ്റേജാണ് താളിക്കൽ സ്റ്റേജ്. ഒരു പാനിലോട്ട് എണ്ണ ചൂടായ ശേഷം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം കൊച്ചുള്ളി എന്ന് പറയുമ്പോൾ എല്ലാത്തിനും നല്ല സ്വാദ് കൂട്ടുന്ന ഒരു ഐറ്റമാണ്. പിന്നെ വറ്റൽമുളക്, കറിവേപ്പില നല്ലപോലെ ഒന്ന് ഇളക്കിയ ശേഷം 2-3 മിനിറ്റ് ശേഷം ഒന്ന് എൻ്റെ പച്ചപ്പൊക്കെ മാറിയതിന് ശേഷം നമ്മുടെ പച്ചടിയിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതാണ് ഫൈനൽ സ്റ്റേജ് നമ്മുടെ ബീട്രൂട്ട് പച്ചടിയുടേത്. എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ബൈ ബൈ.